ഹലോ, ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യുന്നത് നമ്മുടെ റംലാൻ ഇഫ്താർ വ്ലോഗ് 15ാമത്തെ ഇഫ്താർ പ്രിപ്പറേഷൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ വളരെ തിരക്ക് പിടിച്ചിട്ടുള്ള ഒരു ഇഫ്താർ പ്രിപ്പറേഷനായിരുന്നു. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇന്ന് അത്യാവശ്യമായിട്ട് നമുക്ക് പുറത്ത് പോയി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതുണ്ടായിരുന്നു. അപ്പോൾ ഒരു 6 മണിയായപ്പോഴത്തേനും നോമ്പ് തുറക്കാനായിട്ട് കുറച്ച് ഒരു 30 മിനിറ്റ്സ് ഒക്കെ ഉള്ള സമയത്താണ് നമ്മൾ പെട്ടെന്ന് വീട്ടിലെത്തി പെട്ടെന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുകയാണ്. അപ്പം കഴിഞ്ഞ ദിവസം റെഡിയാക്കിയ നമ്മുടെ സമൂസ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം റെഡിയാക്കി വെച്ചിരുന്ന നമ്മുടെ മീറ്റ് റോൾ ഉണ്ടായിരുന്നു. അങ്ങനെ അതുകൊണ്ട് തന്നെ ഞാൻ ഓരോന്നോരോന്ന് വളരെ പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്ത് ഓരോന്നോരോന്ന് റെഡിയാക്കുന്ന അനുസരിച്ച് ടേബിളിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഞാനൊരു 3 സമൂസ കഴിഞ്ഞ ദിവസം ഫോൾഡ് ചെയ്ത് മാറ്റി വെച്ചിരുന്നു. നമ്മുടെ ക്യാബേജും ചിക്കനും ഒക്കെ ചേർന്നിട്ടുള്ള ഒരു സമൂസ, പിന്നെ നമ്മുടെ വെജിറ്റബിൾ ചിക്കൻ സ്പ്രിംഗ് റോൾ ഒരു 4-5 എണ്ണം ഞാൻ മാറ്റി വെച്ചിരുന്നു. പിന്നെ വളരെ പെട്ടെന്ന് തന്നെ ഞാൻ കുറച്ച് മൈദയും അതുപോലെ തന്നെ കുറച്ച് ഉപ്പും വെള്ളവും മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്തിട്ട് പഴംപൊരിക്കുള്ള ബാറ്റർ റെഡിയാക്കി ഒരു 2 പഴം വളരെ പെട്ടെന്ന് തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് 2 പഴം വളരെ പെട്ടെന്ന് തന്നെ പൊരിച്ചു പോരുകയാണ്. പിന്നെ നമ്മൾ ഇന്ന് വളരെ ലേറ്റായിട്ടാണ് വന്നത്. അപ്പോൾ ഇഫ്താറിന് വേണ്ടിയിട്ട് സ്നാക്സൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുമോ എന്നറിയാതെ ഡൗട്ടുള്ളത് കൊണ്ട് കുറച്ച് സ്നാക്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. നമ്മൾ ഇറച്ചിപ്പത്തിരിയും അതുപോലെ തന്നെ പൊരിച്ച പത്തിരിയോ ബ്രെഡ് പോക്കറ്റോ അങ്ങനെ എന്തൊക്കെയോ നമ്മൾ വാങ്ങിച്ചുകൊണ്ടാണ് വന്നത്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് വാങ്ങിക്കുന്ന സ്നാക്സിനേക്കാളും ഒരു പഴംപൊരി ആണെങ്കിലും അതുപോലെ തന്നെ ഡേറ്റ്സ് ആൻഡ് നട്ട്സ് ഫ്രൈ ആണെങ്കിലും ഞാൻ വീട്ടിൽ ഫ്രൈ ചെയ്യുന്ന ഐറ്റംസാണ് ഇഫ്താറിന് കൂടുതൽ ഇഷ്ടം. നമ്മളുടെ തന്നെ ഐറ്റംസ് വീട്ടിൽ ഫ്രൈ ചെയ്തത് കഴിക്കാനാണ് ഇഷ്ടം. റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്നതിന് എനിക്ക് ആ ഒരു ഇഷ്ടം ഉണ്ടാവാറില്ല നോമ്പ് തുറക്കുമ്പോഴത്തേനും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ പെട്ടെന്ന് ടൈം ഇല്ലെങ്കിൽ പോലും വളരെ പെട്ടെന്ന് കുറച്ച് പഴവും ഒക്കെ പൊരിച്ചെടുക്കുകയാണ്. അപ്പോൾ എന്താണെങ്കിലും നമ്മുടെ കയ്യിൽ അത്യാവശ്യം കഴിഞ്ഞുകൂടാനുള്ള സ്നാക്സ് ഇന്ന് ഉണ്ടായിരുന്നു. അപ്പോൾ പഴം പൊരിച്ചു, അതുപോലെ തന്നെ സ്പ്രിംഗ് റോൾ റെഡിയാക്കി, സമൂസ റെഡിയാക്കി, പിന്നെ നമ്മൾ ഉന്നക്കായും അതുപോലെ തന്നെ ആ ബ്രെഡ് പോക്കറ്റും അതുപോലെ തന്നെ ആ ഒരു പൊരിച്ച പത്തിരി എടുത്തു. അപ്പോൾ ഉന്നക്കായൊക്കെ എക്സ്ട്രാ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ മക്കളത് കഴിച്ചതുകൊണ്ടാണ് നമ്മൾ ഉന്നക്ക അത്രേ ഉള്ളൂ. പിന്നെ ഞാൻ സ്നാക്സ് അധികം വാങ്ങിപ്പിക്കാറില്ല. വളരെ തീരെ എണ്ണം കുറച്ചേ ഞാൻ വാങ്ങിപ്പിക്കാറുള്ളൂ. ഇത് നമുക്ക് വീട്ടിൽ വന്ന് ഫ്രൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഒരു കരുതലിന് വേണ്ടിയിട്ട് നമ്മൾ 2-3 കൂട്ടം സ്നാക്സ് വാങ്ങിച്ചെന്നേ ഉള്ളൂ. അത് ജസ്റ്റ് ഞാനൊന്ന് കാണിക്കുകയാണ്. പിന്നെ ഫ്രൂട്ട്സ്, നമ്മൾ ചായ വെക്കുന്നുണ്ട്. ഈ തിരക്കിനിടയിൽ നമ്മൾ പെട്ടെന്ന് ചായ റെഡിയാകുന്നുണ്ട്. പിന്നെ ഫ്രൂട്ട്സ് വാട്ടർമെലണും ഗ്രേപ്സും അതുപോലെ തന്നെ ഓറഞ്ചും ആപ്പിളൊക്കെ ആയിട്ട് ഫ്രൂട്ട്സും കട്ട് ചെയ്ത് ടേബിളിലേക്ക് മാറ്റുന്നുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് ജ്യൂസ് കലക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ എന്താണേലും ഒരു നോമ്പ് തുറക്കുന്നതിനൊരു 20 മിനിറ്റ്സ് മുന്നേ എത്തിയാലും വളരെ നല്ല രീതിയിൽ എന്നത്തെയും പോലെ തന്നെ നമ്മൾ സാധാ രീതിയിൽ ഒറ്റ നിപ്പിനെല്ലാം സാധാ രീതിയിൽ നമ്മളെന്നും റെഡിയാക്കുന്ന പോലെ തന്നെ നല്ല രീതിയിൽ നോമ്പ് തുറന്നു. പിന്നെ ഞാൻ പ്രയറൊക്കെ കഴിഞ്ഞ് നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ട് റിലാക്സ് ചെയ്ത് ഒട്ടും ടൈമില്ലായിരുന്നു. എല്ലാം വളരെ പെട്ടെന്നായിരുന്നു. അപ്പോൾ പ്രയറൊക്കെ കഴിഞ്ഞ് വന്ന് ഞാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ള സ്പ്രിംഗ് റോൾ, വളരെ പുറമെ നല്ല ക്രിസ്പി ആൻഡ് ക്രഞ്ചിയാണ്, ഉള്ളിൽ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ ഫില്ലിംഗ് ഒക്കെ ആയിട്ട്. അപ്പം സ്പ്രിംഗ് റോളും സമൂസയും അതുപോലെ തന്നെ ഉന്നക്ക നല്ല ടേസ്റ്റ്. അവരുടെ ഉന്നക്കായും അതുപോലെ തന്നെ നമ്മുടെ ഇലയട ഈ വക ഐറ്റംസ്, ആ സ്വീറ്റ് ഓറിയൻറ്റഡ് ഐറ്റംസ് പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. എന്നാൽ ഈ ബീഫ്, ചിക്കൻ അങ്ങനെയുള്ള സ്റ്റഫിങ് വെച്ചിട്ടുള്ള നോൺ വെജ് ഐറ്റംസ് എനിക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ നമ്മുടെ നന്നായിട്ട് നോമ്പ് തുറന്നു. നമ്മുടെ നോമ്പ് തുറക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അതിനുശേഷം പിന്നെ നമുക്ക് ഈ മെയിനായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ്, അതും സത്യം പറഞ്ഞാൽ തട്ടിക്കൂട്ടാണ്. കാര്യം ഞാനിന്ന് ഹെവി ആയിട്ട് ഒന്നും കുക്ക് ചെയ്തില്ല. അപ്പോൾ ഞാൻ ഏറ്റവും ആദ്യം തന്നെ ഒരു 3-4 മുട്ട ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് ഞാൻ പാനിലേക്ക് കുറച്ച് കോക്കനട്ട് ഓയിൽ ഒഴിച്ചതിന് ശേഷം ആ ബോയിൽ ചെയ്ത മുട്ടയുടെ മുകളിലേക്ക് ചില്ലി പൗഡറും കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒരു 5 മിനിറ്റ്സ് ഒന്ന് റോൾ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം.
സവോളയോ കറിവേപ്പിലയോ ഉള്ളിയോ ഒന്നും ചേർക്കുന്നില്ല. ഇങ്ങനെ കഴിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കഴിക്കാനായിട്ട് നമുക്ക് നമ്മുടെ എഗ്ഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. ഇങ്ങനെ റോൾ ചെയ്തിട്ട് കഴിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മസാലാസ് ഒന്നും ആഡ് ചെയ്യാത്തത്, ഞാൻ ഒണിയനോ ഒന്നും കറിയായിട്ട് മസാലാസ് ഒന്നും ആഡ് ചെയ്യാത്തത്, എൻ്റെ കയ്യിൽ കുറച്ച് കഴിഞ്ഞ ദിവസത്തെ ചിക്കൻ കറി, ലെഫ്റ്റ് ഓവർ ചിക്കൻ കറി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇത് എടുത്ത് തീർത്തെങ്കിൽ നെക്സ്റ്റ് ദിവസം ഞാൻ ഫ്രഷായിട്ട് വേറെ എന്തെങ്കിലും കറികൾ ഇഫ്താറിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ചിക്കൻ കറിയും ഉണ്ട്. അപ്പോൾ ചിക്കൻ കറി മാത്രം പോരല്ലോ, ചിക്കൻ കറിയുടെ ക്വാണ്ടിറ്റി കുറച്ച് കുറവ് പോലെ തോന്നിയത് കൊണ്ടാണ് ഞാൻ എഗ്ഗും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തത്. അപ്പോൾ നമുക്ക് കഴിക്കാൻ ഒരു 9:30 10 കൂടിയിട്ടായി. അപ്പം കഴിച്ച ജ്യൂസും സ്നാക്സും ചായയും എല്ലാം കഴിച്ച് ഈ ഒരു ടൈം ആയപ്പോഴത്തേനും നമുക്ക് സെക്കൻഡ് വിശക്കാറായി, അടുത്ത ഇത് വിശക്കാറായി. അപ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ കറിയും അതുപോലെ തന്നെ എഗ്ഗ് റോസ്റ്റും പിന്നെ ഇന്ന് നല്ല ചൂട് പുട്ടാണ് റെഡിയാക്കുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് നോമ്പ് തുറക്കാനായിട്ട് പുട്ടും മുട്ട റോസ്റ്റും ചിക്കൻ കറിയുമാണ്. അപ്പോൾ ഞാൻ ഇന്ന് ഈ പ്രാവശ്യം നോമ്പ് തുടങ്ങിയ പിന്നെ ഇനിയിപ്പോൾ കൂടുതലും പത്തിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, ഇടിയപ്പവും പത്തിരിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇപ്പോൾ പയ്യെ പുട്ടിലേക്കും അതുപോലെ തന്നെ വെള്ളയപ്പം, ദോശ, അങ്ങനെ ഓരോന്നിലേക്ക് പയ്യെ കയറാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ പുട്ടെന്ന് പറയുന്നത് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ചൂട് അരിപ്പുട്ട് നല്ല ഇറച്ചിക്കറിയൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് ഇഷ്ടമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ചും കൂടെ നോമ്പൊക്കെ അല്ലേ എന്ന് വിചാരിച്ചിട്ട് മുട്ട റോസ്റ്റും കൂടെ റെഡി ആക്കിയതാണ്. അപ്പോൾ പുട്ടിൻ്റെ ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ കഴിക്കാനായിട്ട് നമുക്ക് ഏകദേശം കഴിക്കാനുള്ള ടൈമായി. അപ്പോൾ പ്ലേറ്റിലേക്ക് എനിക്ക് കഴിക്കാനുള്ള ഐറ്റംസ് ഞാനിതാ പ്ലേറ്റിലേക്ക് എടുക്കുകയാണ്. നല്ല ചൂട് പുട്ട്, തേങ്ങയൊക്കെ കുറച്ച് കൂടുതൽ വെച്ചിട്ടുള്ള നല്ല ചൂട് പുട്ടും അതുപോലെ തന്നെ ചിക്കൻ കറിയും എഗ്ഗ് മുട്ട റോസ്റ്റും. അത്യാവശ്യം നല്ല എരിവായിട്ടാണ് മുട്ട റോസ്റ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് കൂടുതൽ മുളക് പൊടിയും കൂടുതൽ കുരുമുളക് പൊടിയൊക്കെ ഇട്ടിട്ട് അത്യാവശ്യം നല്ല സ്പൈസി ആയിട്ട് ആണ് ഒന്ന് റോൾ ചെയ്തെടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് ചിക്കൻ കറിയും കൂടി എടുക്കുകയാണ്. അപ്പം ഒരു ഭയങ്കര തിരക്ക് പിടിച്ചിട്ടുള്ള, കാരണം ഇത്രയൊക്കെ ഇന്ന് സെറ്റാക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. കാരണം പുറത്ത് ചെയ്യേണ്ട കുറച്ച് അത്യാവശ്യ കാര്യങ്ങളും ഒക്കെ ഉള്ളത് കൊണ്ട് വളരെ തിരക്ക് പിടിച്ച് ടെൻഷനായിട്ട് ബാങ്ക് കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ ഓടി പെട്ടെന്ന് എത്തി. സ്നാക്സ്, ഇഫ്താറിൻ്റെ സ്പെഷ്യൽ സ്നാക്സൊക്കെ ഓൾറെഡി ഫ്രിഡ്ജിൽ പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്നത് കൊണ്ട് എല്ലാം വളരെ നീറ്റായിട്ട് നല്ല രീതിയിൽ എന്നത്തെയും പോലെ തന്നെ റെഡിയാക്കാൻ പറ്റി. അപ്പോൾ സമൂസയും സ്പ്രിംഗ് റോളൊക്കെ ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ ഇഫ്താറിൻ്റെ മെയിൻ കോഴ്സ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള അരിപ്പുട്ടും ചിക്കൻ കറിയും മുട്ട റോസ്റ്റും ഒക്കെ കൂട്ടി അതും കഴിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്തിരിക്കുന്നത് എൻ്റെ ഇഫ്താറിൻ്റെ 15ാമത്തെ നോമ്പുതുറ വിശേഷങ്ങളാണ്. അപ്പം വളരെ നല്ല രീതിയിൽ നമ്മുടെ നോമ്പുതുറയും കാര്യങ്ങളും എല്ലാം കംപ്ലീറ്റ് ആക്കി. അപ്പോൾ നെക്സ്റ്റ് നമ്മുടെ 16ാമത്തെ റംലാൻ ഇഫ്താർ വ്ലോഗ് 16ാമത്തെ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ ഇപ്പോൾ കൂടുതലായിട്ട് മെയിനായിട്ട് റംലാൻ വ്ലോഗുകളാണ് മെയിനായിട്ട് ചെയ്യുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ റെസിപ്പീസ് കൊച്ചു റെസിപ്പീസും ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.